സൈക്കോ ലവ്. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ശിവ അന്ന് ക്ലാസ്സിൽ വരാഞ്ഞത് കാരണം വീണയും ഗിരിയും മനുവുമാകെ അസ്വസ്ഥരായി. അഞ്ചു കൂടി ഇല്ലാത്തത് കാരണം മൂന്നാളും ഒന്ന് ഗ്ലൂമിയായിരുന്നു. എന്നാൽ ഹിമ അവസരം മുതലാക്കിക്കൊണ്ട് അവർക്ക് മുമ്പിൽ ചെന്ന് ശിവയെ കുറെ കളിയാക്കി. ഹിമയെ പേടിച്ച് ശിവ ഓടിയതാണെന്നും പറഞ്ഞ് ശിവയെ പുച്ഛിച്ചുകൊണ്ട് അവൾ ഗിരിയൊക്കെ കളിയാക്കി. എന്നാൽ ഗിരിക്ക് ഹിമയോട് വല്ലാത്ത പുച്ഛം മാത്രമായിരുന്നപ്പോൾ തോന്നിയത്. അവന്റെ മുഖത്തെ പുച്ഛം കാണി അവൾക്ക് ചൊറിഞ്ഞു കയറിയെങ്കിലും അവൾ അത് പാസ് ചെയ്ത് പോയ പ്രിൻസിയെ കണ്ട് മിണ്ടാതെ ഒതുങ്ങിപ്പോയി. വൈകിട്ട് ക്ലാസ് കണ്ടിരുന്ന ഗിരിയെ നോക്കിയൊന്ന് നന്നായി പുച്ഛിച്ചിട്ട് ബാഗുമെടുത്ത് ഹിമ പുറത്തേക്ക് പോയി. കരീനയും ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയതും ഗിരി ചെന്ന് അവളെ തടഞ്ഞു. ഒന്ന് നിന്നേ. എന്താ? ഇഷ്ടക്കേടോടെ കരീന അവനോട് ചോദിച്ചു. ആ പോയ സാധനത്തിന്റെ കൂടെ ഇനി നീ ചേർന്ന അതോടെ തുടങ്ങും നിന്റെ നാശം. അതുകൊണ്ട് ഞാൻ നല്ല വാക്ക് പറയുക. ആ ഹിമയുമായിട്ടുള്ള നിന്റെ കൂട്ട് ഇതോടെ അവസാനിപ്പിച്ചോ. വിഷജന്തുവാ അവള്. ഞാൻ ആരുടെ കൂടെ കൂട്ടാവണം തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കും. ആരെ വേണമെങ്കിലും ഫ്രണ്ടാക്കും. അതിലൊന്നും നീ ഇടപെടാൻ വരണ്ട. എനിക്ക് നേരെ ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, നിന്നെ എനിക്ക് ജീവനോട് വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞതാ. നീയൊക്കെ കൂടി സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കിയ നിനക്ക് തന്നെ കൊള്ളാം. അത്രയും അവളോട് പറഞ്ഞിട്ട് ഗിരി ബാഗും തോളിലിട്ടുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. ഇതേ സമയം കോളേജ് പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കിയിട്ടിരുന്ന സ്വന്തം സ്കൂട്ടിയും എടുത്തുകൊണ്ട് ഹിമ റോഡിലേക്ക് ഇറങ്ങി. പതിയെ വണ്ടി ഓടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. സ്റ്റീഫനും കുറച്ച് കൂട്ടാളികളും മറ്റൊരു മിനിവാനിൽ അവളെ ഫോളോ ചെയ്തു. വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് മാധവ് ചെന്ന് ഡോറ് തുറന്നു. മുമ്പിൽ നിൽക്കുന്ന കോശിയെ കണ്ട് അയാൾ മുഖം ചൊളിച്ചു. ഞാൻ സാറിനെ കാണാൻ വന്നതാ. കോശി മുറുകിയ മുഖത്തോടെ മാധവനോട് പറഞ്ഞു. എന്താ കാര്യം? ഒരധ്യാപകന് തെറ്റ് ചെയ്താൽ ഒരു കുട്ടിയെ ശിക്ഷിക്കാം. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രണ്ടുപേരും ഉൾപ്പെടുന്ന കാര്യമാണെങ്കിൽ രണ്ടു ഭാഗവും കേട്ടിട്ട് വേണം ന്യായം കണ്ടെത്താനും ശിക്ഷ നടപ്പാക്കാനും. കോശി പറയുന്നത് കേട്ട് മാധവ് മുഖം ചൊളിച്ചു. ഇതൊക്കെ താനെന്തിനാ ഇവിടെ വന്ന് പറയുന്നേ? മാധവ് അല്പം വീഴ്ചയോടെ കോശിയോട് ചോദിച്ചു. ശിവാനി, ആ കുട്ടിയുടെ നേരെ കൈ നീട്ടാൻ ഹിമ എന്ന കുട്ടിക്ക് അനുവാദം കൊടുക്കാൻ താനാരാ? തനിക്കതിലെന്താ ലാഭം? ശിവാനിയെ തല്ലാൻ പറയാൻ തനിക്ക് എന്താ അവളിലെ അധികാരം? കോശിയുടെ പാവം കണ്ട് മാധവൻ ചെറുതായെന്ന് പറയുന്നു. ഓ, അതാണോ കാര്യം? അത് ഞാൻ അന്നേരത്തെ ദേശത്തിൽ പറഞ്ഞതാ. ആ കുട്ടി അപ്പോഴേക്ക് ശിവാനിയെ കയറി തല്ലൊന്നും ഞാനും കരുതിയില്ല. പിന്നെ ശിവാനി അത്ര മോശമല്ല. ആ കുട്ടി അത്രയ്ക്ക് അഹങ്കാരമാണ് കാണിച്ചു കൂട്ടിയത്. ഹിമയെ ആദ്യം തല്ലിയത് ശിവാനിയാണ്. മാധവൽപ്പം പരിഹാസത്തോടെ പറഞ്ഞു. പിന്നെ മരിച്ചു പോയ അവളുടെ അച്ഛനെയും അമ്മയെയും മേടനെയൊക്കെ തെറി പറഞ്ഞ അതും കേട്ട് മിണ്ടാതിങ്ങ് പോരണമായിരുന്നു ആ കോച്ച്. കോശി അയാൾക്ക് നേരെ അലറി. എനിക്ക് മനസ്സിലായില്ല. മാധവ് ഒന്നും മനസ്സിലാകുന്ന മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചതും കോശി ശരിക്കുമുണ്ടായ കാര്യങ്ങളൊക്കെ മാധവനോട് വിശദമായി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ തനിക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ സത്യം തനിക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്നിട്ടും താനത് ചെയ്തില്ല. മാധവ് പൂച്ചത്തോടെ കോശിയെ നോക്കി. കോശി പറഞ്ഞതൊന്നും അയാൾ വിശ്വസിച്ചിരുന്നില്ല. തൻ്റെ വീട്ടിലേക്ക് ഒരു ഗുണ്ടയച്ച ശിവാനിയോട് അയാൾക്ക് ദേഷ്യം കൂടി. എന്തായാലും താൻ വാ. ശിവാനിയുടെ ഭർത്താവ് തന്നെ ഒന്ന് കാണുന്നത് പറഞ്ഞു. തനിക്ക് ആ വ്യക്തി നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ദൈവത്തിന് പോലും അറിയില്ല. എനിക്ക് വരാൻ സൗകര്യമില്ല. ഇത്രയും നേരം ചെറിയൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഒന്നിൻ്റെ പേരിലും എന്നെ ഭീഷണിപ്പെടുത്താൻ തനിക്ക് അധികാരമില്ല. പിന്നെ ശിവാനിയുടെ ഗാർഡിയൻ എന്നെ കണ്ട് വല്ലതും പറയണമെങ്കിൽ കോളേജിലേക്ക് സമയം പോലെ വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാകും. ആരെയും അവരുടെ വീട്ടിൽ ചെന്ന് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. തനിക്ക് പോകാം. മാധവ് തറപ്പിച്ച് പറഞ്ഞതും കോശി സത്യയുടെ ഉത്തരവിനായി ചെവിയിലിരുന്ന ഇയർബഡ് ഒന്നുകൂടി തിരികെ ഉറപ്പിച്ചു. കോശി, അയാളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. സമയം പോലെ ഞാൻ അയാളെ കോളേജിൽ ചെന്ന് നേരിട്ട് തന്നെ കണ്ടോളാം. സത്യയുടെ ഓർഡർ കിട്ടിയതും കോശി മാധവിനൊന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് തിരികെ പോയി. ഇതേ സമയം വീട്ടിലേക്ക് പോകാനുള്ള ആഴഞ്ഞൊരിട്ട് വഴിയിലേക്ക് ഹിമയുടെ സ്കൂട്ടി തിരിഞ്ഞതും പുറകിലുണ്ടായിരുന്ന സ്റ്റീഫൻ അവളുടെ സ്കൂട്ടിയുടെ പിന്നിലേക്ക് വാനം കൊണ്ടിടിച്ചു. ഇടിയുടെ ശക്തിയിൽ സ്കൂട്ടർ മറിഞ്ഞ് ഹിമ റോഡിലേക്ക് തെറിച്ചു വീണു. കല്ലിൽ തലതെറ്റി അവളുടെ ബോധം മറന്നു. സ്റ്റീഫൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അവിടെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഹിമക്കടുത്തേക്ക് ചെന്നു. വാടി തളർന്ന് കിടന്ന ഹിമയെ അവൻ വലിച്ചു പൊക്കിയെടുത്തുകൊണ്ട് വണ്ടിയുടെ പിൻസീറ്റിൽ കിടത്തി. എന്നിട്ട് അവൻ വാനിൽ കയറി സത്യയുടെ കോട്ടയിലേക്ക് യാത്ര തിരിച്ചു. താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയുടെ വിധി തനിക്കരികിൽ എത്തിയത് അറിയാതെ ഹിമ എല്ലാം മറന്നുകൊണ്ട് ആ വണ്ടിയുടെ പിൻസീറ്റിൽ ബോധമില്ലാതെ കിടന്നു. ശിവ ഉറക്കമുണർന്നപ്പോൾ സത്യ അവൾക്കരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ശിവയുടെ കവളിൽ നീരൊക്കെ മാറിയും പനിയും ഒന്ന് കുറഞ്ഞു. അവളവനെ കണ്ടതും പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ പുറത്തേക്ക് കയറി കിടന്നു. അവനവളെ മൈൻഡ് ചെയ്യാതെ അനങ്ങാതെ കിടന്നു. അത് കണ്ട് പരിഭവത്തോട് അവൾ അവൻ്റെ നെഞ്ചിൽ ആഴത്തിലൊന്ന് കടിച്ചു. എന്നിട്ടും അവനൊരു റിയാക്ഷനും ഇല്ലാതെ കിടക്കുന്നത് കണ്ട് അവളവനെ മുഖം വീഴ്ത്തി ഒന്ന് നോക്കി. തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ കാപ്പി മിഴികൾ കണ്ട് ശിവയുടെ ഉള്ളൊന്ന് പതറി.
വല്ലാത്തൊരു തരം വശ്യത നിറഞ്ഞിരുന്നു അവന്റെ കണ്ണിൽ. അവൾ വലത് കൈ ഉയർത്തി പാതി അവന്റെ മുഖത്ത് തഴുകി. സത്യം മിഴികൾ ചീമാൻ പോലും മറന്നുകൊണ്ട് അവളെ തന്നെ നോക്കിക്കിടന്നു. ശിവ കുസൃതിയോടെ അവനെ കീഴ്ച്ചുകൊണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് പിടിച്ചെടുത്തു. എന്നിട്ട് അവന്റെ മിഴികളിലേക്ക് നോക്കി. അവിടെ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന ആകാംക്ഷ നിറയുന്നത് അവൾക്ക് മനസ്സിലായി. ശിവ പതിയെ താലപൂക്കി അവനെ കീഴ്ച്ചുണ്ടിലെ പിടിവിടാതെ തന്നെ നാവിനാൽ അവിടെ ഒന്ന് തഴുകി. വീണ്ടും വീണ്ടും അവൾ അങ്ങനെ തന്നെ ചെയ്തതും സത്യയുടെ മിഴികളൊന്നും ചിമ്മിത്തുന്നു. ശിവ പതിയെ അവനെ ചുണ്ട് വായിലാക്കി നുണഞ്ഞതും സത്യയുടെ മിഴികൾ വിടർന്നു. സത്യയുടെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. ശിവ ആവേശത്തോടെ അവൻ്റെ അതരങ്ങളെ കീഴടക്കി. അവൾ തളർന്നു തുടങ്ങിയതും സത്യ ചുംബനം പൂർവാധികം ആവേശത്തോടെ ഏറ്റെടുത്തു. അവന്റെ കൈകൾ അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി. ശിവ ഒന്ന് ഉയർന്നു പൊങ്ങി. സത്യക്ക് അവൾ അറിയാൻ വല്ലാത്ത കൊതി തോന്നി. അവൻ അവളെ തന്നോട് ചേർത്ത് വരിഞ്ഞു മുറുകിക്കൊണ്ട് അവളുടെ ശരീരത്തിന്റെ മൃദുലയിൽ ലയിക്കാൻ തുടങ്ങി. അവന്റെ കൈകൾ അവളുടെ മാറിനെ ഞെരിച്ചു. ശിവയുടെ പിടച്ചിൽ അവനിൽ ആവേശം നിറച്ചു. ശിവയുടെ ബനിയൻ അവൻ പതിയെ അടിച്ചു മാറ്റി. അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയതും ശിവ നീങ്ങിപ്പോയി. സത്യ അവളുടെ ഇങ്ങർ കൂടി അവളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മാറിനെ പതിയെ ചുംബിച്ചു നുണഞ്ഞു അവളുടെ പെണ്ണിനുണർത്തി. സത്യയുടെ ചുണ്ടും നാവും അവളിൽ അലിഞ്ഞു നടന്നു. അവളുടെ അണിവയറിൽ അവന്റെ മുഖം പൂഴ്ത്തിയതും ശിവ അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചു. സത്യക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവൻ അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു വന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ പാറു, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. അവന്റെ ചോദ്യം കേട്ട് അവളുടെ ഉടലൊന്ന് വെട്ടിപുരച്ചു. മുഖമൊരു തളർച്ചയോടെ അവൾ അവനെ നോക്കിയതും അവന്റെ മിഴിയിൽ വന്യതയും വശതയും ഒരുപോലെ നിറഞ്ഞു. അവൻ ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. സത്യയുടെ ചുംബനത്തിൽ ശിവ വല്ലാതെ പിടിഞ്ഞു. അവൻ ഭ്രാന്തമായി അവളെ ചുംബിച്ചു. ശിവയുടെ മനസ്സിൽ അവന്റെ വാക്കുകളിൽ സ്ഫോടനം തന്നെ നിർത്തിയിരുന്നു. അതിന്റെ ഫലമായി അവളിൽ ചെറുതായി ഭീതി നിറഞ്ഞു തുടങ്ങി. സത്യയുടെ മാറം നുണഞ്ഞു. അവിടെ പല്ലാഴ്ത്തിയും അവന്റെ ഭ്രാന്ത് അവളിലേക്ക് ഒഴുക്കി തുടങ്ങിയതും ശിവ അവളുടെ മിഴികൾ ഇറുകിയടച്ചു. സത്യ ശിവയിൽ നിന്നും വമിക്കുന്ന ചന്ദനഗന്ധത്തിൽ സ്വയം മറന്നു. അവൻ അവളുടെ അണിവയറിലേക്ക് അരിച്ചിറങ്ങി. അവിടെ അവന്റെ ആദരങ്ങൾ കൊണ്ടും അവൻ പതിയെ ചുംബിക്കാനും നുണിയാനും തുടങ്ങി. അവന്റെ ദന്തങ്ങൾ കൂടി അവിടേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയതും ശിവയുടെ മിഴികൾ പരിഭ്രമത്താൽ നിറഞ്ഞു. അവൾ അവനെ കൈകൊണ്ട് തട്ടി മാറ്റാൻ നോക്കി. സത്യ ഉയർന്നു വന്ന് അവളുടെ കൈകളെ പിടിച്ചു വെച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പോയിട്ട് അവളുടെ കഴുത്തിൽ പിടഞ്ഞു നിൽക്കുന്ന നീലഞരമ്പിലേക്ക് അവൻ അടങ്ങാത്ത അഭിലേഷത്തോടെ തന്റെ പല്ലുകളായി. വിറയിലോടെ ശിവമനെ വിളിച്ചു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് വീണ്ടും പതിയെ എഴിഞ്ഞിറങ്ങി. അവിടെ ഒന്നുകൂടി മുത്തി. ശിവ തന്റെ ശ്വാസം പോലും പിടിച്ചു നിർത്തി. സത്യ അവളുടെ മാറ്റങ്ങൾ ആവേശത്തോടെ അറിഞ്ഞുകൊണ്ട് അവളുടെ വയറിലേക്ക് മുഖം പോയി. പൊക്കിൾ ചുഴിയിലേക്ക് അവൻ നാവ് കടത്തിയതും ശിവയുടെ മിഴികൾ മുകളിലേക്കും മറിഞ്ഞു. അവളിൽ നിന്നും പുറത്തേക്ക് വന്ന ശബ്ദം സത്യയുടെ സമനില തന്നെ തെറ്റിച്ച് കളഞ്ഞു. അവന്റെ സൈക്കോ പതിയെ ഉണർന്നു. അവന്റെ ശിവയെ വേദനിപ്പിച്ചുകൊണ്ട് സ്വയം ആത്മസന്ധത്തിൽ നേടാൻ വല്ലാത്ത മോഹം തോന്നി. അവൻ പോലും അറിയാതെ അവന്റെ ഭ്രാന്ത് അവളിലേക്ക് പതിയെ ഒഴുക്കി തുടങ്ങി. സത്യശിവയുടെ പഞ്ഞി പോലുള്ള വയറിൽ തന്റെ ദന്തങ്ങൾ ആഴത്തിലാഴ്ത്തി. വേദന കൊണ്ട് ശിവയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവന്റെ മാറ്റം മനസ്സിലായതും അവൾ ആലിനെ പോലെ വിറച്ചു. സത്യ വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ കടിക്കുകയും നുണയുകയും ചെയ്തു. അവന്റെ പഞ്ഞത താങ്ങാൻ കഴിയാതെ ശിവ വേദന കൊണ്ട് കിടന്നപ്പെടഞ്ഞു. സത്യ നുണഞ്ഞും പല്ലാഴ്ത്തിയും അവളുടെ വയറിൽ മുറിവ് പറ്റി. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ വേദനിപ്പിക്കും വിധം പിടിമുറുക്കിക്കൊണ്ട് അലഞ്ഞു. ശിവയ്ക്ക് വേദന അസഹനീയമായി. അവനതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അതേ മുറിവിലേക്ക് പല്ലാഴ്ത്തിയതും ശിവന്റെ പേരുറക്കി വിളിച്ച് പൊട്ടിക്കരഞ്ഞു. വേണ്ട. അടുത്ത നിമിഷം അവളിൽ അലിഞ്ഞു നടന്നിരുന്ന അവന്റെ കൈകൾ നിശ്ചലമായി. അവളുടെ കരച്ചിൽ അവന്റെ മുഖത്തെ വന്യതയെ ഒന്നുകൂടി പൈശാചികമാക്കി. എന്തുകൊണ്ട് വേണ്ട? മുഖമുയർത്തി അവളെ നോക്കുകൂടി ചെയ്യാതെ അതേ കിടപ്പ് കിടന്നുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അവന്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് ശിവ ഭീതിയോടെയും സങ്കടത്തോടെയും കരച്ചിലിൻ്റെയും പറഞ്ഞു. ആരെ? അത്. അവന്റെ ചോദ്യം അവളിൽ വിറയിൽ തീർന്നു. എന്നെയാണോ നിനക്ക് പേടി? അവൾ മൗനം പാലിച്ചു. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സത്യയോട് അടങ്ങാത്ത ഭയം തന്നെയാണെന്ന് അവൾ ആ നിമിഷം സങ്കടത്തോടെ മനസ്സിലാക്കി. സത്യയുടെ മിഴികളിൽ ചുവപ്പ് രാശി പടർന്നു. അവൻ അവളുടെ മാറിൽ ചുണ്ടുകൾ ചേർത്ത് അമർത്തി ചുംബിച്ചു. ശിവ ഒന്ന് പിടഞ്ഞു പോയി. സത്യ തന്റെ കൈകൊണ്ട് വീണ്ടും അവളുടെ നഗ്നമായ മാറിനെ തലോടി. ശിവയുടെ കഴുത്തിൽ തന്റെ കുറ്റിത്താടിക്കൊണ്ടും മുരസി. അവളുടെ വയറിൽ വട്ടത്തിൽ ചുമന്നും തൊട്ട് ചോര പൊടിഞ്ഞു കിടക്കുന്ന മുറിവിലേക്ക് സത്യ വീണ്ടും മുഖം പൂഴ്ത്തിയതും മനസ്സിൽ ഊറിക്കൂടിയ ഭയ ശിവയെ കാർന്നു തിന്നു. അവൾ അറിയാതെ തന്നെ ഒന്ന് വിരുമ്പിപ്പോയി. അവളുടെ ശരീരം വിറയിൽ ബാധിച്ചു. കടപ്പല്ല് പോലെ ശരീരത്തിന്റെ വിറയിൽ കൂട്ടിയിടിച്ചുകൊണ്ടിരുന്നു. അവളുടെ കരച്ചിലിന്റെ ശക്തി പതിയെ കൂടി. മിഴികൾ നിർത്താതെ നിറഞ്ഞൊഴുകി. അത് മനസ്സിലാക്കി സത്യ അവളുടെ വയലിലെ മുറിവിൽ തന്റെ നാവ് കൊണ്ട് പതിയെ തലോടി. അവൾ വിങ്ങിക്കരഞ്ഞതും ഉയർന്നു വന്ന ശിവയുടെ അതരങ്ങളെ ഗാഠമായെന്ന് ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും അവൻ അകന്നു മാറി. കരയേണ്ട, അറിഞ്ഞുകൊണ്ട് നോവിക്കുന്നതല്ല, ഞാൻ ഇങ്ങനെയായിപ്പോയി, എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ശിവയുടെ നെറ്റിയെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് സത്യ പറഞ്ഞു. ശിവ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂട്ടി വീങ്ങിക്കരഞ്ഞു. അവനോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചൂണ്ടിച്ചു.
സമയം കടന്നുപോയി. ശിവയുടെ കരച്ചിൽ പതിയടങ്ങി. അതുവരെ അവനവിടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു. കുറച്ചു സമയം നീണ്ടുപോയതും ശിവ സത്യയിൽ നിന്നും പതിയാകുന്നു. അത് മനസ്സിലാക്കി സത്യ അവളെ തൻ്റെ പിടി അയച്ചു കൊടുത്തു. നീ കിടന്നോ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകണം. അത്രമാത്രം അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു മുറിയിലേക്ക് പാഞ്ഞു പോകുന്ന സത്യയെ ശിവ സങ്കടത്തോടെ നോക്കി. അവൾക്ക് അവൻ്റെ വന്യതയെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു. കാരണം അവൾ മറ്റുള്ള സ്ത്രീകളെ പോലെ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരു സാധാരണ പെണ്ണായിരുന്നു. ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും കൊതിക്കുന്ന, അവൻ്റെ പ്രണയത്തെ ഉൾക്കൊള്ളുവാൻ മാത്രം ശരീരത്തെ തയ്യാറാക്കുന്ന, വേദനകളെ ഭയക്കുന്ന, തൻ്റെ ഭർത്താവിൻ്റെ ലോലമായ തലോടുകൾ കൊതിക്കുന്ന സാധാരണ. അല്ലാതെ സത്യദേവ് എന്ന സൈക്കോയുടെ വന്യതയോ അവനിൽ നിന്നും പകർന്നു കിടന്ന വേദനകൾ നിറഞ്ഞ തലോടുകളിലോ താങ്ങാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തരുമ്പ് പോലും അവൾക്ക് കഴിയില്ലായിരുന്നു. നോർമലായിട്ടുള്ളൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന വെറും ഒരു സാധാരണ പെണ്ണ് മാത്രമായിരുന്നു ശിവാനി. ഹിമ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നു. അവൾക്ക് നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ ചുറ്റുപാകത്തോടെ നോക്കി. ഒരു വലിയ ഹാളിലെ ചെയറിൽ എത്തിക്കുവാണ് തന്നെ എന്ന് മനസ്സിലായാലും അവൾ അതിൽ നിന്ന് ചാടിപ്പഴിഞ്ഞ് എഴുന്നേറ്റു. അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അവൾ അവിടമെല്ലാം ഭീതിയോടെ നോക്കി. അവിടെ ഇരുമ്പ് കൊണ്ട് തീർത്ത പോലീസ് ലോക്കപ്പ് പോലുള്ള ഒരു മുറി കണ്ട് ഹിമ അവിടേക്ക് പതിയെ നടന്നു. ആ മുറിക്കടുത്തെത്തിയതും വല്ലാത്തൊരു തന്നെ രൂക്ഷഗന്ധം അവൾ വന്ന് പൊതിഞ്ഞു. അറപ്പോടെ അവൾ മൂക്ക് പൊത്തിക്കൊണ്ട് അതിനകത്ത് നിന്നും ഒന്ന് എത്തി നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അവൾ അറിയാതെ അലറി വിളിച്ചു പോയി. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുഴുവരിച്ച് കിടന്ന് ഞെരങ്ങുന്ന ഒരു മനുഷ്യൻ. ഹിമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി. അടഞ്ഞു കിടക്കുന്ന വാതിലിൽ അവൾ തുടരെ തുടരെ മുട്ടി വിളിച്ചു. ആരുമില്ലേ, പ്ലീസ് ഈ വാതിലൊന്ന് തുറക്കൂ. ഭീതിയോട് അലറി വിളിക്കുന്ന അവളുടെ ശബ്ദം ആ ഗോഡൗണിന് പുറത്തേക്ക് പോകുന്നില്ലെന്ന സത്യം ഹിമ അറിഞ്ഞിരുന്നില്ല. ഇതേ സമയം അകത്ത് കിടന്ന് പിടയുന്ന ഹരിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒന്ന് മരിച്ചു കിട്ടുവാൻ അവൻ വല്ലാതെ കൊതിച്ചു. സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലും കഴിവില്ലാതെ ശിവാനി എന്ന പെണ്ണിനെ തെറ്റായി എന്ന് നോക്കാനെങ്കിലും മുതിർന്ന നിമിഷങ്ങളെ പഴിച്ചുകൊണ്ട് അവൻ അവിടെ കിടന്ന് പെടുന്നു. ആ നിമിഷങ്ങളിൽ താൻ ക്രൂരമായി പിച്ചു ചീന്തി മരണത്തിലേക്കും വേശ്യാലയങ്ങളിലേക്കും യാത്രയാക്കിയ പല പെൺകുട്ടികളും തനിക്ക് മുമ്പിൽ വന്നു നിന്ന് തന്നെ പുച്ഛിച്ച് ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അവരുടെയൊക്കെ കണ്ണുനീരിൻ്റെ ശാപത്തിൻ്റെ ഫലമായി അവർ തിന്നു തീർത്ത വേദനകൾക്കും 1000 ഇരട്ടിയായി താൻ ഈ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു എന്ന് അവൻ നിർവ്വകാരതയോടെ മനസ്സിലാക്കി. ഹിമയുടെ ശബ്ദം കേട്ടപ്പോൾ അവളോട് തന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് യാചിക്കാൻ അവന് മനസ്സുകൊണ്ട് വല്ലാതെ കൊതിച്ചു. പക്ഷേ സത്യ പകുതി മുറിച്ചെടുത്ത നാവൊന്ന് ചലിപ്പിക്കാൻ പോലും അവനെ കൊണ്ടായില്ല. ജീവിതത്തിൻ്റെ വെറുത്തു പോയിരുന്നവന് മരണത്തിന് വേണ്ടി മറ്റുള്ളവരോട് കെഞ്ചേണ്ടി വരുന്ന തൻ്റെ അവസ്ഥയോർത്ത് അവൻ്റെ മനസ്സ് പോലും മരവിച്ചു പോയിരുന്നു. ഹിമ അവിടെ നിന്ന് രക്ഷപ്പെടാനായി പല വഴികളും തിരിഞ്ഞുവെങ്കിലും അവൾക്കൊന്നും തന്നെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ ഗോഡൗണിൻ്റെ മെയിൻ ഡോർ തുറന്നൊരു പ്രത്യേകതരം വീണത്തോടെ ചൂളമടിച്ചുകൊണ്ട് സത്യ എവിടേക്ക് നടന്നു വന്നത്. സത്യയുടെ ബൂട്ടിൻ്റെ കാലിൻ്റെ ശബ്ദം ആ ചുവരുകളെ പോലും ഭീതിയിലായിരുന്നു. തനിക്ക് നേരെ നടന്നു വരുന്ന സത്യദേവ് എന്ന ബിസിനസ്മാൻ, അതിലേറെ ഈ ലോകം തന്നെ ഭയന്ന് വിറക്കുന്ന സൈക്കോയെ നേരിൽ കണ്ട് അവൾക്ക് തൻ്റെ ശ്വാസം വിലങ്ങി താനിപ്പോൾ മരിച്ചു വീഴുന്ന പോലും തോന്നിപ്പോയി. കറുത്ത ഷർട്ടും പാൻറ്റും ധരിച്ച് കയ്യിലെരിയുന്ന സിഗരറ്റുമായി നടന്നു വരുന്നവനെ കണ്ട് ഹിമക്ക് തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല. അവൻ്റെ നിഴൽ പോലും ഏൽക്കാതെ ഓടി ഒളിക്കാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിച്ചുപോയി. തന്നെ എന്തിനായാലും എത്തിച്ചുവെന്ന് എത്രമാത്രം ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. ഇതേ സമയം തൻ്റെ പ്രാണന് നേരെ കൈയുയർത്തികളെ ചുട്ടുകൊല്ലാനുള്ള പകയുമായി അവൻ അവൾക്കടുത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കോളേജുകളിൽ ഓണ എക്സാം തുടങ്ങി. പ്രിൻസിപ്പാൾ മാധവന്റെ തിരക്കുകളിൽ ഓടിയിട്ടു. സത്യദേവരെയും മാധവനെ കാണാൻ ചെന്നിരുന്നില്ല. ശിവാനിയെ കാണുമ്പോഴൊക്കെ മാധവിൽ വല്ലാത്ത പൂച്ചം നിറഞ്ഞു. വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ച അവളോട് അയാൾക്ക് വെറുപ്പ് മാത്രമായിരുന്നു തോന്നിയത്. അവളൊരു മോശം പെണ്ണാണെന്ന് തന്നെ അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഹിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഒരപകടം പറ്റി ഹോസ്പിറ്റലിലാണെന്നല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും അവളെക്കുറിച്ച് അവിടെ ആർക്കും തന്നെ അറിയാൻ സാധിച്ചില്ല. അപ്പോഴേക്കും പനിയൊക്കെ മാറി ശിവ ആൾ ഉഷാറായി. ശിവയും കൂട്ടുകാരും നന്നായി തന്നെ എക്സാം എഴുതി. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു കിട്ടി. നാളെയാണ് അനിലിൻ്റെയും നിത്യയുടെയും കല്യാണം. അതിനായി ഡാർക്ക് മാൻഷനിൽ നിന്നും ഒരു പറ്റം ജോലിക്കാർ സത്യയുടെ ആജ്ഞയനുസരിച്ച് അനിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. കിരണഗിരിയും വീണയും എല്ലാം അനിയുടെ വീട്ടിൽ ഓടി നടന്നു. സത്യയുടെ മേൽനോട്ട് പ്രകാരം അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നിനും വരാൻ അവൻ അനുവദിച്ചിരുന്നില്ല. സത്യം മാത്രം അവിടേക്ക് ചെന്നില്ലെന്നത് മാത്രമായിരുന്നു ആകെ ഒരു കുറവായി എല്ലാവർക്കും തോന്നിയത്. കിരണിനാണ് എല്ലാത്തിൻ്റെയും മേൽനോട്ടം. അനിലിന് സത്യ ഒരു അത്ഭുതമായി തോന്നി. കാരണം അതുവരെ കല്യാണ ചെലവുള്ള പണം പോലും അവൻ കരുതി വെച്ചിരുന്നെങ്കിൽ അതിലൊരു രൂപ പോലും അവന് ചെലവാക്കേണ്ടി വന്നില്ല. എല്ലാത്തിനും സത്യ തന്നെ ആളെ ഏർപ്പാട് ചെയ്തിരുന്നു. അനിക്ക് കല്യാണ ഒരുക്കങ്ങളെ കുറിച്ച് ഒരു ടെൻഷനും ഉണ്ടാകാൻ സത്യ ഇടവരുത്തിയില്ല. സത്യക്ക് തന്നോടുള്ള പ്രകടിപ്പിക്കാൻ അറിയാത്ത സ്നേഹം അവൻ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ വിവാഹദിനം വന്നെത്തി. നീത്തൊരു ദേവതയെ പോലെ ഒരുങ്ങിയിറങ്ങി. അവളുടെ മുഖത്ത് പുതുസന്തോഷങ്ങൾ നിറഞ്ഞു. അനിയും തൻ്റെ പ്രാണനെ സ്വന്തമാക്കാനായി വെള്ള കസവും മുണ്ടും ചന്ദന കളർ ഷർട്ടും ഇട്ട് ഒരുങ്ങിയിറങ്ങി. ശിവ സത്യയോട് പിണങ്ങിയിട്ടും വഴക്കിയിട്ടും ഒരുവിധമാണ് അനിലിൻ്റെ കല്യാണത്തിന് പോകാൻ സമ്മതം വാങ്ങിയെടുത്തത്. സത്യ സ്റ്റീഫനെയും കോശിയെയും അവളെ ശ്രദ്ധിക്കാനായി കൂടെ വിട്ടു. സത്യയ്ക്ക് ശിവയെ തനിച്ചു വിടാൻ ഇഷ്ടമില്ലായിരുന്നു.
അങ്ങനെ സത്യ ഒഴികെ ബാക്കിയുള്ളവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് അനിൽ നിത്യയെ താലി ചാർത്തി തന്നെ നല്ല പാതിയാക്കി. ചെറിയ ചടങ്ങുകളോടെ അവരുടെ വിവാഹം കഴിഞ്ഞു. ഗിരിയും മനുവും കിരണും മഞ്ജുവും വീണയും ശിവയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആ മുഹൂർത്തം നെഞ്ചിലേറ്റി. നിത്യയുടെ മുഖത്ത് സന്തോഷം പ്രഭാകരൻ്റെ ഉള്ളിൽ ആദ്യ പടർത്തി. നിത്യ അനിലിനെ സ്നേഹിച്ചു തുടങ്ങിയാൽ അവൻ്റെ മരണം അവളെ ഇല്ലാതാക്കി കളയുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എങ്ങനെയും നിത്യയുടെ മനസ്സിൽ അനിലിനോടുള്ള വെറുപ്പ് നിറക്കണമെന്ന് അയാൾ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു. സുഖകൗശലക്കാരനായ ചെന്നായെ പോലെ അനിലിനെ നോക്കി പ്രഭയും ബിജുവും ആനന്ദ കണ്ണീരോടെ തൻ്റെ മകനെ അനുഗ്രഹിച്ചു. അഭിജിത്തിന്റെ മിഴികൾ വീണയ്ക്ക് നേരെ ഗൂഢമായ ലക്ഷ്യങ്ങളോടെ നീണ്ടു. അവൻ്റെ കവട പ്രണയത്തെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ഓരോ നോട്ടത്തിലും വീണയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. സുഖ അത് കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. ജിത്തുവിലും അവളുടെ മാറ്റങ്ങൾ ആശ്ചര്യം നിറച്ചു. കാരണം ഇത്രപ്പെടുന്ന ഒരു വാക്ക് പോലും പരസ്പരം മിണ്ടാതെ തന്നെ തൻ്റെ പ്രണയാതരമായ ഒരു നോട്ടത്തിൽ തന്നെ അവൾ തൻ്റെ വലയിൽ വീഴുന്നു അവനും കരുതിയിരുന്നില്ല. എന്നാൽ വീണയ്ക്ക് ജിത്തു വർഷങ്ങളായി ആരും അറിയാതെ അവൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന അവളുടെ പ്രണയമായിരുന്നു. ജിത്തുവിൻ്റെ ഉള്ളിൽ വീണയുടെ പെട്ടെന്നുള്ള അടുപ്പം പൂച്ചെന്നറിച്ചു. അവൻ അറിഞ്ഞിരുന്നില്ല ചതിയിലൂടെ താൻ ഇല്ലാതാക്കാൻ പോകുന്നത് അവൻ അത്രയേറെ നെഞ്ചിൽ നിറച്ചൊരു പാവം പെണ്ണിൻ്റെ സ്വപ്നങ്ങളാണെന്ന്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ പിരിയാനൊരുങ്ങി. ആരും ശ്രദ്ധിക്കില്ലെന്ന് തോന്നിയതും കിരൺ അഞ്ജുവിനെയും കൊണ്ട് അവിടെ നിന്ന് ആളൊഴിഞ്ഞൊരിടത്തേക്ക് മാറി.